എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച വ്രതം എടുക്കുന്നവരൊക്കെ നാളെ എടുക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നാളെ ഗുരുപൂർണിമയാണ്. നാളെ പൗർണമി ദിവസമാണ്, പൗർണമിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗുരുപൂർണിമ ദിവസത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഗുരുക്കന്മാരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ തീർച്ചയായിട്ടും അവരെ സ്മരിക്കേണ്ട ഒരു ദിവസമാണ്. അവർക്ക് വേണ്ടി അവരുടെ പാദപൂജ ചെയ്യേണ്ട ദിവസമാണ്. അപ്പോൾ കുട്ടികളെ കൊണ്ട് എല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹം വാങ്ങാൻ പറയുക. അവരെ അതിന് വീട്ടിൽ നിന്ന് തന്നെ അതിനൊരു തയ്യാറെടുപ്പ് നടത്തിയിട്ട് കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുക. അതുപോലെ തന്നെ നമ്മൾക്കും നമ്മുടെ ഗുരുവായിട്ടുള്ള സാക്ഷാൽ ദക്ഷിണാമൂർത്തി സ്വാമിയെ മനസ്സിൽ സ്മരിക്കാം, വേദവ്യാസനെ സ്മരിക്കാം. എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് നമ്മൾ പൂജാമുറിയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇവരെയൊക്കെ സ്മരിച്ച് ഒരു നമസ്കാരം എല്ലാവർക്കുമായിട്ട്. നമ്മുടെ അനുഗ്രഹം, നമ്മുടെ ഈ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ ഈ ജീവിച്ചു പോണത് അല്ലേ. നമ്മൾ പറയാറില്ലേ, പണ്ടുള്ളവർ സ്കൂളിലേക്ക് പോകുമ്പോൾ കുട്ടികളോട് പറയാറില്ലേ, ഗുരുത്വം ഉണ്ടാവണമെന്ന് പറഞ്ഞ് വിടാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗുരുത്വം നമ്മുടെ മക്കൾക്കൊക്കെ എന്നും വേണം. ഒന്നോ രണ്ടോ ദിവസമല്ല, ജീവിതകാലം മുഴുവൻ ഈ ഗുരുത്വം നമ്മുടെ കുട്ടികൾക്ക് വേണം. അപ്പോൾ ഈ ഒരു നാമം നമ്മുടെ കുട്ടികളെ കൊണ്ട് ദിവസേന ജപിക്കാൻ അവരോട് പറയണം. കാരണം എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും അവർക്കുണ്ടാവും. നമ്മുടെ ആഗ്രഹവും അത് തന്നെയല്ല. എല്ലാ മക്കൾക്കും എല്ലാ വിധത്തിലുള്ള അനുഗ്രഹത്തോടു കൂടി, എല്ലാ ഗുരുത്വത്തോടു കൂടി ജീവിതകാലം മുഴുവൻ ജീവിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് അവരെ കൊണ്ട് ദിവസേന ഒരു 12 തവണയോ 21 തവണയോ ഒന്ന് ജപിക്കാനായിട്ട് കുട്ടികളോട് പറയുക. എല്ലാ ഐശ്വര്യങ്ങളും അവർക്ക് ഉണ്ടായിക്കോളും. പിന്നെ നാളെ ലക്ഷ്മി പൂജ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ വിശേഷ ദിവസമാണ്. നാളെ വെളുത്ത വാവും കൂടിയാണ്. അപ്പോൾ അതും കൂടി ചെയ്യുന്നവർക്ക് അതും നാളെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കുട്ടികളെ കൊണ്ട് ചൊല്ലിക്കേണ്ട നാമം ഇതാണ്: ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ഗുരു ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ഇത് കുട്ടികളെ കൊണ്ട് ദിവസേന ചൊല്ലാൻ പറഞ്ഞോളൂ. എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ കുട്ടികൾക്കുണ്ടാവും, എല്ലാ ഐശ്വര്യങ്ങളും അവർക്കുണ്ടാവും, എല്ലാ ഗുരുത്വവും അവർക്കുണ്ടാവും. ദിവസേന ഇത് ചെല്ലാൻ പറഞ്ഞോളൂ. ഇത്തിരി സമയം മതിയല്ലോ അതൊന്ന് ചെല്ലാനായിട്ട്. അപ്പോൾ എല്ലാ മക്കൾക്കും എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും എല്ലാ ഗുരുത്വവും എല്ലാ ഐശ്വര്യങ്ങളും എല്ലാം ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം.